അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ നമ്മുടെ പാലിയത്തല്ല നമ്മുടെ കോട്ടയിൽ കോവിലത്തുള്ള നമ്മുടെ സിനഗോഗ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ആദ്യം എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാനിവിടെ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ സെക്യൂരിറ്റി അങ്ങനെ മറ്റേ പുരാവസ്തുക്കാരുടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കാട് പിടിച്ച് കിടക്കുന്ന സമയത്ത് ഞാനും കൂട്ടുകാരൊക്കെ വന്ന് കയറിയിട്ടുണ്ട്. അന്ന് നമുക്ക് പേടിയാവുമായിരുന്നു, കാരണം ഒരുപാട് കാട് പിടിച്ചോണൊക്കെ ഇരുന്നത് കിടന്നിരുന്നത്, ആരും ഒന്നും പെരുമാറാതില്ല. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ അന്ന് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരാവസ്തു ഏറ്റെടുത്ത് നല്ല ലെവലിൽ അവിടെ പരിപാലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അവിടുന്ന് നമുക്ക് പ്രവേശനം വന്നത് 10 രൂപയാണ് ഒരാൾക്ക് വന്നത് കേട്ടോ. അതേപോലെ തന്നെ ക്യാമറയ്ക്ക് അവർ 10 രൂപ, ക്യാമറ എടുക്കണ നേരത്ത് പറഞ്ഞപ്പോൾ അവർ 10 രൂപയുടെ ഒരു ടോക്കൺ കൂടി ക്യാമറ എന്നും പറഞ്ഞവരൊരു ബില്ലെഴുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്കെല്ലാം ഇത് പാലിയം പോലെയല്ല, ഇവിടെ എല്ലാം നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കൊച്ചിക്കാരനവരെ ഇങ്ങനെ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ വലിയ വലിയ ഗ്രൂപ്പുകളായിട്ട് വന്നില്ല. ഇപ്പോൾ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, കാരണം ആ ബോട്ട് സർവീസിലൊക്കെ ഇവിടെ ഇത് ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള മരം കൊണ്ടുള്ള തട്ടൊക്കെ അടിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ഇവിടെ അവരന്ന് ചെയ്തിരുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഉണ്ടാവും 400 വർഷത്തിനപ്പുറം പഴക്കമുണ്ടാവുമെന്ന് തോന്നുന്നത്. കാരണം ഇതിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡോ കാര്യങ്ങളോ അവിടെ ഒന്നുമില്ല. അവിടെ നമുക്ക് എഴുതി വെച്ചേക്കാണ്. അവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് അവരെ പറ്റിയുള്ള അവരുടെ കാലഘട്ടത്തിൽ അവരുടെ വിവാഹങ്ങൾ, അവരുടെ വീട്ടിലെ ആചാരങ്ങൾ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഇവിടുന്ന് അവരുടെ എന്താ പറയുക കല്ലറയിൽ നിന്ന് കിട്ടിയേക്കണം. ഓരോരുത്തർ മരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ചെയ്യണ പോലെ അങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ലിപി ഏതാണെന്ന് നമുക്ക് മനസ്സിലാവണില്ല, വ്യക്തമാവണില്ല. അപ്പം ഞാൻ അവിടുത്തെ സാറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു അത് അറിയില്ല എന്നുള്ളൊരു ഇതാണ് പറഞ്ഞത്. നമുക്കവിടെ ഇതേപോലെ പറഞ്ഞു തരാനായിട്ട് ഗൈഡുകളൊന്നുമില്ല കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആ പണ്ടത്തെ കണ്ടീഷനിൽ തന്നെ ആ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ചെയ്ത്. അപ്പോൾ നമ്മുടെ പാലിയത്തച്ഛൻ്റെയും അച്ഛൻ്റെ അവിടെ നിന്നുള്ള പെർമിഷനാണെന്ന് തോന്നുന്നു. അവിടെ ഞാനിപ്പോൾ ഒരാളോട് സംസാരിച്ച് പറഞ്ഞു അവിടെ നിന്നായിരുന്നു. ഇവിടെ കുറേയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരാണ് ഇവിടെ ഇവർക്ക് ഈ സമൂഹത്തിന് ഇവിടെ ഇതിനുള്ള സൗകര്യങ്ങളും ഇത്തരം സ്ഥലമൊക്കെ അവർക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ എല്ലാം അവിടെ ഇതേപോലെ നമുക്ക് ഓരോ ഫലങ്ങളായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. നല്ല കുത്തുപണിയോടുകൂടിയുള്ളൊരു ഇതാണ്. ഇതേപോലെ തന്നെ ജനൽപ്പാടുകളായാലും എല്ലാം തേക്കിലാണ് തീർത്തേക്കണേന്ന് തോന്നുന്നു. അത് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തേക്കിൻ വലയാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല കളർഫുള്ളായിട്ട് നല്ല ഡിസൈൻ ചെയ്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ വീഡിയോ നമ്മൾ കണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ചെന്നത് കണ്ടാലാണ് അതിലൊരു ഫീല് നമുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ നമുക്കിവിടെ അടുത്താണ്. ഇത് പറവൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയക്കോവിലം ബസ് കിട്ടും. ഞാൻ അവിടെ അടുത്ത് തന്നെയാണ്. ഇത് കോട്ടയക്കോവിൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു പള്ളിയുണ്ട്, ഒരു മുസ്ലിം പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, ഇത് ഇതിൻ്റെ സിനഗോഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു ഒത്തിരിച്ച സ്ഥലമാണ്. ഇത് നമ്മുടെ ഇത് സാറിൻ്റെ ഒരു പാപ്പുന്നുണ്ട്, ആൾ പെരുമ്പാവൂരിൽ നിന്നാണ് ഇവിടെ വന്നേക്കുന്നത്. ഇപ്പോൾ എന്തോ വേറൊരു സാറിൻ്റെ ലീവിന് പോയിട്ട് വന്നേക്കണ സാറാണത്. അപ്പോൾ ഇതേപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസൈനിങ് ഒക്കെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഇതുണ്ട്. അതെന്താണെന്നും നമുക്ക് മനസ്സിലായില്ല, അത് പറഞ്ഞു തരാൻ ആളുണ്ടായില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗം കേട്ടോ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും അവർക്ക് ആ മതത്തിന് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം ഇതേപോലെ ഒരു സംഭവം പോലെ ഇങ്ങനെ ഇത് തേക്കും വലയിലൊക്കെ ചെയ്ത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് നല്ല കൊത്തുപണിയിലാണ് കേട്ടോ, നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കണേട്ടത്. അപ്പോൾ ഇത് വീഡിയോയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേര് ഇതുവരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയില്ല, എങ്കിൽ പോലും ഡയറക്റ്റ് വന്ന് കാണാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതിൽ തെറ്റുകളും ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതിനകത്തോട്ട് കമൻറ്റ് മുഖേന അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും കൂടി അത് വായിച്ച് കഴിയുമ്പോൾ എനിക്കും മനസ്സിലാവും, അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി അത് മനസ്സിലാവും. അപ്പോൾ ഈ നാട്ടിലോ ഇപ്പോൾ കോട്ടയം കോവിലം സൈഡിലുള്ള നമുക്കൊരു അവിടുത്തെ ഒരു എന്താ പറയുക ഒരു പ്രായമുള്ള ഒരാൾ ആരെങ്കിലും കാണുകയാണെങ്കിലൊക്കെ നമുക്ക് ചോദിക്കായിരുന്നു. പക്ഷേ അവിടെ ആ സമയത്ത് ഞാൻ ചെല്ലുന്ന സമയത്തൊന്നും ഇല്ല. പിന്നെ ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാർ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഉണ്ടാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലടോ അതൊന്നും അറിയില്ല, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുതര പല പുസ്തകങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഇത് അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം കോവിലകം
സിനഗോഗിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ഡീറ്റെയിൽ അവർ തരുന്നുണ്ട് കേട്ടോ. ആദ്യകാലത്ത് ആദ്യം എനിക്ക് എത്രയോ വർഷത്തിന് മുമ്പ് അവർ അന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം പണ്ട് ഇവിടെ തുടങ്ങിയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ചെറുപ്പത്തിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ, കൂട്ടുകാർ കൂടി ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ എവിടെയോ ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയെന്ന് അറിയില്ല. ഞാനൊരു ദിവസം പോയി നോക്കാം. അവിടെ ആരോടെങ്കിലും ആ കോട്ടയിൽ കോലത്തുള്ള ആരോടെങ്കിലും സംസാരിച്ച് അത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മാളയ്ക്ക് പോയപ്പോൾ മാളയിലുണ്ട് നമുക്കിവിടെ അവിടെ ഒരു ജൂതന്മാരുടെ ഒരു ഇതുണ്ട് അവിടെ. മാളയിൽ നിന്ന് നമ്മൾ കോട്ടമറിക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ അവിടെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കയറിയിട്ടുണ്ട്. അന്ന് അവിടെ നമുക്ക് ഇതേപോലെ തന്നെ കല്ലറകൾ കാണാമായിരുന്നു. ഞങ്ങളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ ഞങ്ങൾ മതിൽ ചാടി ഞാൻ കഴിഞ്ഞ ദിവസം മാളയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴും ഞാനത് നോക്കി. ഇപ്പോൾ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തുറക്കണില്ല നമുക്കൊരു അവസ്ഥ എന്നും പറഞ്ഞൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറാനുള്ളൊരു ഓപ്ഷൻ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കാട് പിടിച്ച് കിടക്കണം. പക്ഷേ അതിനകത്ത് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഈ കല്ലറകൾ ഉണ്ട് കേട്ടോ. 4 കല്ലറ 3 കല്ലറ കണ്ടോ അവിടെ ഉണ്ട്. അത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഇതേപോലെ ഡിസൈൻ ചെയ്ത് നല്ല കൊത്തുപണികളാണ് കേട്ടോ ചെയ്തേക്കണത്. ഇവരുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അത് എന്താണ് അതിന് വിഗ്രഹാരാധന അങ്ങനെയൊന്നും ഇല്ല അവർക്ക്. പക്ഷേ ഇത് ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഇതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവർ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ഒരു മുമ്പ് വരെയും നമുക്ക് മട്ടാഞ്ചേരിയിൽ വരെ ഉണ്ടായിരുന്നു. മട്ടാഞ്ചേരിയിലാണ് അവസാനം ഇവരുണ്ടായിരുന്നത് നമുക്ക് കേരളത്തിലായിട്ട്. കേരളത്തിന് പുറത്ത് എവിടെ നിന്നെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന ഒരു ടൈമിന് നമുക്ക് പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ജൂതന്മാരും കൂടി ഇവിടെ നിന്ന് പോകുന്നു, മട്ടാഞ്ചേരി വിടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു ചേച്ചി ഒരാളും കൂടെ അവരുടെ ഹസ്ബൻഡ് എന്താ ഇവിടെ മരിച്ചിട്ട് എന്താ ഇവിടെ മറവ് ചെയ്യണതിനെ പറ്റിയിട്ടായിരുന്നു. പിന്നെ അവർക്ക് ആരും ഇങ്ങനെ അവരുടെ നാട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞ് നമുക്ക് പേപ്പറിലുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്ര വർഷം മുമ്പാണെന്നറിയില്ല. ഞാനൊരിക്കൽ വായിച്ചിട്ടുണ്ട് അത്. അപ്പോൾ അവസാനത്തെ ആൾക്കാരും ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരി വിടുന്നു എന്ന് പറഞ്ഞു. മട്ടാഞ്ചേരിയാണല്ലോ കൂടുതൽ ആൾക്കാരുള്ളത്. അവിടെ ഉണ്ടല്ലോ കുറേ. നമ്മുടെ കോട്ടയിൽ കോവിലകത്ത് ഇവിടെ അടുത്തുണ്ട്. നമുക്ക് പിന്നെ വന്നു തരുന്നത് എനിക്ക് തോന്നുന്നു മാളയിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ വേറെ അടുത്ത് എനിക്കറിയില്ല. പിന്നെ മട്ടാഞ്ചേരി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം നമുക്കിതിൻ്റെ മേലോട്ട് കയറാനുള്ള നമ്മൾ എന്താ പറയുക പാലിയം സ്റ്റൈലിലുള്ള ഒരു കോണിയാണ്. ഒരു കുത്തനെയുള്ള കോണിയാണ്. പാലിയത്ത് നമുക്ക് 2 ടൈപ്പ് കോണിയുണ്ട്. അവരവിടെ പറയണ്ടായിരുന്നു. അത് ഒന്ന് ഈ കേരള സ്റ്റൈൽ അങ്ങനെ ഒരെണ്ണം വേറൊരു ഡച്ച് സ്റ്റൈലില്ല എന്തോന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ പറഞ്ഞത്. ഒരെണ്ണത്തുമ്പോൾ നമുക്ക് നടന്ന് കയറുമ്പോൾ മറ്റേന്ന് ഭയങ്കര കുത്തനായിരിക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലിൽ മച്ചിൻ്റെ മുകളിലോട്ടും കയറുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. 2 അടി മുകളിലായിട്ടാണ് അവർ ചെയ്തേക്കണേ കേട്ടോ. 2 നിലകളായിട്ടാണ് ചെയ്തേക്കണത്. അതേപോലെ തന്നെ എല്ലാം മരത്തിൽ തന്നെയാണ് ചെയ്തേക്കണത്. നല്ല നീറ്റായിട്ട്. എത്ര കാലം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പ്രവേശനം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇത് കാലപ്പഴക്കം കൊണ്ട് ചിലപ്പോൾ പോകും അങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഒരിക്കലും വീഴാത്ത ലെവലാണ് ചെയ്തേക്കണത്. ഇപ്പോഴത്തെ കാലത്തല്ല, ആ കാലത്ത് ചെയ്തേക്കുന്നത് അത്രയും നല്ല ലെവലിലാണ് ചെയ്തേക്കണം. ഒരിക്കലും നശിക്കാത്ത എന്താ പറയുക തേക്ക് പോലത്തുള്ള മരങ്ങളുണ്ടായിരിക്കാം അത് ചെയ്തേക്കണത്. അതേപോലെ തന്നെ കൊത്തുപണികളെല്ലാം ഇതൊക്കെ ആ കാലഘട്ടത്തിലുള്ളതാണ്. അതിനകത്ത് മാറ്റമൊന്നും വരുത്തിട്ടില്ല. അപ്പോൾ പാലിയം കൊട്ടാരത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നശിച്ചു പോയിട്ട് അവർ അതേപോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയതായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയൊന്നും പുതിയതായിട്ട് അങ്ങനെ ചെയ്തു വെച്ചതായിട്ട് അവർ പറഞ്ഞില്ല. അതേപോലെ തന്നെ മച്ചൊക്കെ നല്ലതാണ്. പിന്നെ ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചാണ് നടന്നത്. കാരണം ആരുമില്ല, താഴത്തോട്ട് പോകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അധികം വെയിറ്റ് ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പല തള്ളിക്കഴിഞ്ഞ് നേരെ താഴത്തോട്ട് വീഴും. അപ്പോൾ അപകടമില്ലാതിരിക്കാൻ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചാണ് അതിൽ നടന്നത്. ഇതേപോലെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് സൂം ചെയ്ത് വേണമെന്ന് വായിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ കാണണമെങ്കിൽ ഇപ്പോൾ പോകാതെ തന്നെ കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയേക്കണം. വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ആയാലും അപ്പോൾ എല്ലാം ഇതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ആ കാലഘട്ടത്തിൽ എന്തോ അറിയില്ല, ഇവരുടേതായ ആചാരങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കുന്നതായിരിക്കാം. അതേപോലെ അടുത്ത സ്റ്റെപ്പ് കൂടി ഉണ്ട്. അവിടേക്ക് ഇറങ്ങിയിട്ടെല്ലാം നമുക്ക് അവിടെയും മരത്തിൻ്റെ തന്നെ മച്ചനടിച്ചേക്കുന്നത്. അപ്പോൾ ജനലിൽ ചെയ്തേക്കുന്നത് ഗ്ലാസ്സൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവർ ചെയ്തേക്കുന്നത്.
അതായത് ആ പാലിയം കൊട്ടാരത്തിൽ ചെയ്തേക്കുന്ന ഒരു ഡിസൈനിൽ തന്നെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പലത് കുറേ ഡിസൈൻ വ്യത്യാസമുണ്ട്. അങ്ങോട്ട് മേലോട്ടും താലോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പോയി തന്നെ കാണണം, വീഡിയോയിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതേപോലത്തെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് സ്ലൈഡ് ചെയ്യണതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഇത് ഉള്ളതാണ് പാലിയത്തൊക്കെ. അത് നമുക്ക് വീഡിയോയിൽ അവർ പെർമിഷൻ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് കാണിക്കാമായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ കുറച്ച് ഡിസൈനിലൊക്കെ ഉണ്ട് അവിടെയും ചെയ്തേക്കണത്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. അവരുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് എന്തോ ആണ് ഇത് വെച്ചേക്കണത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ അത് അവിടെ നിന്ന് മേലെ എടുത്ത് വെച്ചേക്കണവർ. അതും തേക്കിൻ്റെ ഒരു പിടി തന്നെയാണ് ചെയ്തേക്കണത്, മരത്തിൽ തന്നെ ചെയ്തേക്കണത്. നശിക്കാത്ത ലെവലിൽ തന്നെയാണ് അത് ചെയ്തേക്കണത്. എത്രയോ പണിക്കാർ എത്രയോ കാലം നിന്ന് ചെയ്തേക്കുന്ന പണികളൊക്കെ ആയിരിക്കും. ഈ സംവിധാനങ്ങളൊക്കെ വളരെ കുറവുള്ള കാലഘട്ടം വരുന്നുണ്ട്. അപ്പോൾ ഈ മരത്തുമ്പോൾ തന്നെ ആ ഡിസൈൻ ചെയ്യണതും എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരുപാട് ആൾക്കാരുടെ പ്രയത്നങ്ങളായിരിക്കും ചിലപ്പോൾ ഈ കാണുന്നത്. എത്രയോ ആൾക്കാർ ഇവിടെ വന്ന് പോയിട്ടുണ്ടാവും. എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടുകാരല്ലാതെ പോയിട്ടും നമ്മുടെ ഒരു ഇന്ത്യയിലൊരു മതസമൂഹം വരുന്നവർ. പക്ഷെ അതിന്ന് അവരുടെ നാട്ടിൽ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഞാൻ വായിച്ചു കേട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കൂട്ടത്തോടു കൂടി താമസിക്കുന്ന ഒരു ശൈലിക്കാരായിരുന്നു അവർ. അല്ലാതെ പല സ്ഥലത്ത് കുറച്ച് ഒരു വീട് 2 വീടായിട്ടില്ല. അവരുടെ ഏരിയയിൽ അവരുടേതായ ആചാരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അവരുടെ വീടുകൾക്ക് പ്രത്യേകതകളുണ്ട്. അവരുടെ വീട് നമുക്ക് അവരുടേതായ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയറി വന്നോടത്ത് സ്റ്റെപ്പും ഓരോ ഇതൊക്കെ ഉണ്ട്. അവർക്ക് കുറേ എന്താ പറയുക, എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ എഴുതിയിട്ടുണ്ട്, അതൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വീടുകൾക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന അത് വ്യത്യാസമുണ്ട്. അവരുടേതായ ആൾക്കാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളുടെ വീടാണ്, അത് സമൂഹത്തിൽപ്പെട്ട ആളുടെ എന്നുള്ള ഇത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യമൊന്നും എൻ്റെ ഞാനുള്ളത് വീഡിയോ ഇടാറില്ലായിരുന്നു. പിന്നെ ഞാൻ പോയതിനൊരു തെളിവ്, അല്ലെങ്കിൽ എനിക്കൊരു കാലത്തായാലും ഞാൻ അവിടെ ചെന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് തെളിവുണ്ടാണ്. ഇതേപോലെ ഭയങ്കര കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ അവിടെ വന്നത്. എന്താണെന്നറിയില്ല. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റി വീണത് തലേന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൈ വീണ് പിടിക്കാനും വേണ്ടിയിട്ട് എന്താണെന്നറിയില്ല. അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്. വല്ല ഫോട്ടോ വെച്ചത് എന്താണെന്നറിയില്ല. അതേപോലെ തന്നെ ഇതൊരു ഒറ്റപ്പലകയിൽ ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. നല്ല കുതിരയുടെ കാലിൻ്റെ ഡിസൈനിലുള്ളൊരു ബെഞ്ചാണ് ചെയ്തേക്കണത്. അപ്പോൾ വിശ്രമിക്കാനായിട്ട് ഇതും ആ കാലഘട്ടത്തിൽ തന്നെ ഉള്ളതാണ്. കുതിരയുടെ നല്ല കുളമ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വന്നൊരു ഇതാണ് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, അത് ഒരു ആർച്ച് ലെവലിൽ അത് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ ഡിസൈനും കാര്യങ്ങളും വരുന്നത്. എങ്ങനെയാണോ അവരുടെ ആചാരങ്ങളെന്നൊന്നും എനിക്ക് ഞാൻ നോക്കിയിട്ട് മനസ്സിലായില്ല. അപ്പോൾ അറിയണ ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം കേട്ടോ. നമുക്ക് നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഇത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാവാത്തവരും കൂടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആ കമൻറ്റുകളോ എന്തെങ്കിലും അറിയണവർ ഇടണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഇത്രയും അടിപൊളിയായിട്ടും അതിൻ്റെ മച്ചും ഭാഗം ഓടും എല്ലാം നല്ല ഭംഗിയോടുകൂടി ഇപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ആ കാലഘട്ടത്തിൽ ചെയ്തൊരു മതിലാണിത്, ചുറ്റുമതിലായിട്ട് ചെയ്തേക്കുന്നത്. അതുപോലത്തെ ഡിസൈനുകളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ.